ഹലോ ഗായ്സ്, സിസ്റ്ററെ വീട്ടിൽ നിന്നും വാനിൽ കയറിയിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. കുറച്ച് ദൂരം റൈഡ് ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി ടോപ്പില് പെട്രോൾ അടിക്കാൻ കയറിയതാണ്. നെൽസൺ തന്നെയാണ് ഡ്രൈവർ. മറ്റേ കാറ് ബാക്കിൽ വരുന്നുണ്ട് പൂയ. പിന്നെ ഞങ്ങൾ പോകുന്നത് ഇവിടുന്ന് ഒരു 3 മണിക്കൂർ യാത്ര ഉണ്ടെന്നാ പറഞ്ഞത്. സുസുക്കി ബീച്ച് റിസോർട്ട് എന്നാ പറയുന്നത്. അതിന്റെ ഇവര് പറയുന്നത് സൂബി ഏരിയ എന്നാണ്. സൂബി ബീച്ച് എന്നും പറയുന്നുണ്ട്. ഇത് ഇവരെ ഭാഷയിൽ പറയുന്നത് തോന്നുന്നു. അപ്പൊ അങ്ങോട്ട് പോവാണ്. എല്ലാവരും കെട്ടി റെഡി ആയിക്കണം. ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ പോയിട്ട് ബീച്ചിൽ കുളിക്കലും ആ ബീച്ചിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാന്. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. 2 വണ്ടിയായിട്ടാണ് പോകുന്നത്. ഞങ്ങള് വാനിലുണ്ട് കുറെ സാധനങ്ങള്. ഒരു ഫാമിലി മറ്റേ മണ്ടേറയിലുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. പോവാണ് വഴിയിലാണ്. ബീച്ച് അടിപൊളി ബീച്ചാന്ന് പറയുന്നുണ്ട്. പോയി കാണിച്ചു തരാൻ. ഈ കാണുന്ന ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഇതാണ് സാൻ മാറ്റിക് റിസലിലെ ബരങ്കായ് ബോർഡർ. ബരങ്കായ് എന്ന് പറയുന്നത് ഇവിടുത്തെ വില്ലേജ് ആണ്. ഈ ബ്രിഡ്ജ് കഴിഞ്ഞാൽ വേറെ വില്ലേജ് ആണ് വരുന്നത്. ഈ ടണൽ കയറി ചെല്ലുന്നത് മെയിൻ ഹൈവേയിലോട്ടാണ്. ഈ ഹൈവേ റോഡ് നേരെ പോകുന്നത് മെട്രോ മനില സിറ്റിയിലോട്ടാണ്. ഈ സൈഡിൽ കാണുന്നത് മെട്രോ ട്രെയിനിന്റെ മേൽപ്പാലമാണ്. ഇവിടത്തെ മെയിൻ ഹൈവേ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് 6 ട്രാക്ക് ആയിട്ടാണ്. അതിൽ 2 ട്രാക്കുകൾ ഒന്ന് ബസ്സിനും ബൈക്കിനുമാണ്. ബാക്കി വരുന്ന 4 റോഡുകൾ എക്സ്പ്രസ് റോഡുകളാണ്. ഞങ്ങൾ റൈറ്റിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ ബസ്സിലെ ട്രാക്കിലൂടെ പോകുന്നത്. ഈ ഹൈവേ റോഡ് നേരെ പോകുന്നത് മക്കാത്തി മെട്രോ മനില സിറ്റിയിലോട്ടാണ്. അതുകൂടാതെ എയർപോർട്ടിൽ പോകുന്ന റോഡും ഇതുതന്നെയാണ്. അങ്ങനെ ഞങ്ങൾ സിറ്റി വിട്ടിട്ട് ഞങ്ങൾ ഹൈവേയിലൂടെ സൂബിക് ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴികളൊക്കെ അതിമനോഹരമാണ്. അതുകൂടാതെ പോകുന്ന വഴിയിൽ 2 സൈഡിലായിട്ടും റൈസ് ഫീൽഡാണ് കൂടുതൽ കണ്ടത്. ഫിലിപ്പീൻസിലെ മെയിൻ കൃഷി റൈസ് ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയൊക്കെ അതിമനോഹരമായിട്ടുള്ള ഇളം പച്ചയിലാണ് കാണുന്നത്. അത് നമുക്ക് കണ്ണിനൊരു കുളിർമ നൽകുന്നു. അങ്ങനെ കുറെ ദൂരം സഞ്ചരിച്ചപ്പോഴാണ് ഞങ്ങൾ ഒരു സൈൻ ബോർഡ് കണ്ടത്. ബോർഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് സൂബിക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം 45 കിലോമീറ്റർ ഉണ്ടെന്നാണ്.
അങ്ങനെ ഞങ്ങളുടെ വാൻ ഇതാ സൂബിക് സ്ഥലത്തെത്തിയിരിക്കുന്നു. സൂബിക്കിൽ എത്തിയിരിക്കുന്നത്. സൂബിക്കില് നെൽസൺ പറഞ്ഞ വെച്ചാല് ഇവിടെ നേവി ബേസ്ഡ് ആയുള്ള അമേരിക്കൻസ് വേറെ കുറെ ആൾക്കാർ ഇവിടെ സെറ്റിൽ ആയിരിക്കുകയാണ്. ഇവിടെയാണ് അമേരിക്കക്കാരൻ കൂടുതൽ വന്നിട്ട് താമസിക്കുന്നത്, സെറ്റിൽ ആയതൊക്കെ അമേരിക്കനാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്നാണ് നെൽസൺ പറയുന്നത്. നമ്മളെ ഡ്രൈവർ നെൽസന് ഭയങ്കര സെറ്റപ്പാണ് ബീച്ച് എന്നൊക്കെ പറയുന്നത്. പോയേക്കാം. അങ്ങനെ ഞങ്ങൾ സൂബിക് സിറ്റി കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോകുന്നത് സുസുക്കി ബീച്ചിലോട്ടാണ്. അത് സൂബിക് ബീച്ച് എന്നും പറയാറുണ്ട്. അത് വരുന്നത് ഒരു ചെറിയൊരു മല കയറിയിട്ട് അതിന്റെ താഴ്വരയിലാണ് ഈ ബീച്ച് വരുന്നത്. അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പോകുന്ന വഴികളെല്ലാം ബീച്ചുകൾ കാണുന്നുണ്ട്. ആ കാണുന്നതൊക്കെ ബീച്ചാണ്. അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ചെറിയ ടൗൺ ഉണ്ട്. കുറച്ച് അകലെയായിട്ട് സുസുക്കി എന്ന് എഴുതിയ ഒരു ബോർഡ് കാണുന്നുണ്ട്. അങ്ങോട്ടാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. അതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ട്. ഞങ്ങളുടെ വാൻ സുസ്കി റിസോർട്ടിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് നീങ്ങുകയാണ്. ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്തതിനു ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. ഈ കാണുന്നതാണ് സുസ്കി റിസോർട്ടിന്റെ എൻട്രൻസ് ഏരിയ. ഇത് ഫിലിപ്പീൻസിൽ സെറ്റിലായ ഒരു ജപ്പാൻകാരന്റെ റിസോർട്ടാണ് ഇത്. എൻട്രൻസ് ഏരിയ ഇവിടെയാണ് ഇപ്പൊ ഞങ്ങളിലേക്ക് കിട്ടിയിട്ടുള്ളത്. അവിടെ പിള്ളേർ ഓൾറെഡി കുളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ആദ്യം ബീച്ച് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ അങ്ങോട്ട് പോവാണ്, ബീച്ചിക്ക് പോവാണ്. ബീച്ച് ഏരിയയാണ്. അതിനുള്ള ഇവിടെ റിസർവ് ഏരിയകളൊക്കെ കാണിച്ചു തരാം. ഇതേമാർക്ക് റിസർവ് ചെയ്യണം, മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഇതൊക്കെ റിസർവ് ചെയ്തിട്ട് വേണം വരാന്. ഇപ്പൊ നമുക്ക് റിസർവ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അപ്പുറത്തിരിക്കുന്നത്. ഇവിടെ ബാർബിക്യൂ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഒരാൾ ബാർബിക്യൂ ചെയ്യുന്നുണ്ട് ഓൾറെഡി. അതിന്റെ സ്മോക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ഏരിയകള്, ഇവിടുത്തെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളും. ഇവിടെ ഒരാള് ചിക്കൻ കുക്ക് ചെയ്യുന്നുണ്ട്. He say already hi. So, Welcome to Suzuki. yeah, Suzuki. Chicken grill ചെയ്യണം അവൻ. Chicken in a sal. Yeah, chicken in a cell. Okay, thank you. Welcome. Yeah. ഇവിടെ ഒരാള് ഐസ് പോപ്പ് വിൽക്കുന്നുണ്ട്. ഇതാണ് ഐസ് പോപ്പ് വിൽക്കുന്നത്. ഈ ബീച്ച് കാണിച്ചു തരാം. ബീച്ചിന്റെ എൻട്രൻസ് ആണ്. ഇവിടെ മുകളിൽ തന്നെ ലൈഫ് ഗാർഡ് ഉണ്ട് ഫസ്റ്റ് തന്നെ. ഈ ബാഗ് കാണുന്നതാണ് നമ്മൾ എൻട്രൻസ് ഏരിയയിൽ വന്നത്. ഇങ്ങോട്ട് ബീച്ചിൽ വരുന്ന വഴിയാണ് ബാഗ് കാണുന്നത്. ഇതാണ് ബീച്ച്. നല്ല വൈറ്റ് സാൻഡാണ് ഇവിടെ ഉള്ളത്. ബീച്ച് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ആൾക്കാർ ഓൾറെഡി കുളിക്കൽ തുടങ്ങിയിരിക്കണ്. ഒരുപാട് ആൾക്കാർ ടെന്റ് അടിച്ചിട്ടുണ്ട്. ബോട്ട് സർവീസ് കാര്യങ്ങളുണ്ട്. താങ്ക് യു. അപ്പൊ അവിടുന്ന് ഒരുപാട് ആൾക്കാരെ വിളിച്ച് പോകുന്നുണ്ട്. വ്ളോഗർ പറഞ്ഞിട്ട് അതൊക്കെ ടെന്റ് അടിച്ചിരിക്കണ്. അടിപൊളി സാൻഡാട്ടോ, കാണുന്നുണ്ടോ? നല്ല വെള്ളം മണലാട്ടാ. ഈ ബീച്ചിന്റെ പ്രത്യേകത അതാട്ടാ. കൂടുതല് നമ്മൾ ആദ്യം സിബുവിലൊക്കെ പോയത് ചെറിയ ചെറിയ റോക്സ് കല്ലുകളായിരുന്നു. പക്ഷെ നല്ല ക്ലീൻ വാട്ടർ ആയിരുന്നു അവിടെ. അങ്ങനെ ആകുമ്പോൾ ക്രിസ്റ്റൽ വാട്ടർ കിട്ടും. ഇതാകുമ്പോ പിന്നെ അത്ര ക്രിസ്റ്റൽ ഉണ്ടോന്ന് അറിയില്ല. എന്ന് ഇറങ്ങി നോക്കിയതിന് ശേഷം പറയാം.
ഇവിടെ കുറെ ഇരിപ്പിടങ്ങൾ ഉണ്ട് കേട്ടോ. ഈ സൈഡിലൊക്കെ കാണുന്ന ഇരിപ്പിടങ്ങളാണ് ഈ കാണുന്നത് മൊത്തം. ഇതേമാതിരി ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. നമ്മളെ ആ സൈഡ് കാണുന്നത് അവിടെ ഒരുപാട് ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിൽ കാണുന്ന അതേമാതിരിക്കുള്ള ബോട്ടിൽ നമ്മൾ ഓൾറെഡി സിബൂന്ന് റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി കുട്ടികൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് കുളിക്കാൻ തുടങ്ങിയിങ്ങനെ. ഒന്ന് പോയോ കൊടഞ്ഞി അത് ഞാൻ കാണിച്ചു തരാം. ചെറുങ്ങനെ മഴ തുള്ളിയിടുണ്ട്. അപ്പൊ അതുകൊണ്ട് വെയിലിന്റെ ഒരു പ്രകാശം പുറത്തു വന്നിട്ട് ശരിക്കും മൂടലാണെന്ന് ഫുള്ളായിട്ട്. ഇവിടെ ഒരു ബോർഡുണ്ട്. അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇവിടത്തെ വാട്ടർ ആക്ടിവിറ്റീസിനെ കുറിച്ചാണ്. അതിലുള്ളത് ജെറ്റ്സ്കി, ബനാന ബോട്ട്, പാൻഡ് വാഗൻ, പാരസൈൽ, ഫ്ലൈ ബോർഡ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഈ ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതാ ബീച്ചിൽ നിന്നും ഇനി കുട്ടികൾ കളിക്കുന്ന സ്വിമ്മിംഗ് പൂളിലെ അടുത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ അവിടെ ഒരു വട്ടപാത്രം കണ്ടോ? അതിൽ നിറയെ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ബീച്ചിൽ നിന്നും കയറി വരുമ്പോൾ നമ്മളുടെ കാലുകളുള്ള മണലുകൾ കഴുകി കളയാൻ വേണ്ടിയിട്ടാണ്. കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ലോബി ഉണ്ട്. അവിടെ ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും ഇരിപ്പിടങ്ങളും ടേബിളുകളും ഉണ്ട്. പിന്നെ ഇതാ 2 വിടുന്ന ആളുകളാണെങ്കിൽ ഇവിടെ ഒരു മിനി ബാർ ഉണ്ട്. അത് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല. അത് വൈകിട്ടാണ് ഓപ്പൺ ആകും എന്നാണ് തോന്നുന്നത്. അങ്ങനെ കുറച്ചു മുന്നോട്ട് നടന്നപ്പോൾ എന്റെ കുട്ടികളെല്ലാം സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്നുണ്ട്. Ryan, Thomas, Rihan, Alaika, Solar there. Okay. See you. Go up. Yeah, make it high. Okay, good. Jump, jump. Okay. Yeah, jump. Everyone, go ahead. Jump. Okay. അങ്ങനെ ഞങ്ങൾ വരണ വഹിക്കുന്ന ഒരു സാധനം വാങ്ങിയിരുന്നു. സാന്തോൾ എന്നാണ് ഇവർ പറഞ്ഞത്. ഇംഗ്ലീഷിന്റെ പേര് എനിക്കറിയില്ല. ഇത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഇത് എന്താ പറയാ, ഒരു പുളിയും മധുരമൊക്കെ പാടായിട്ടുള്ള സംഭവമാണ്. ഉള്ളില് വൈറ്റ് കളറിൽ ഉള്ള ഞാൻ കാണിച്ചു തരാൻ മുറിച്ചത്. ഇതിന്റെ ഉൾവശം എങ്ങനെയാണ്, നല്ല പുളിയും മധുരമൊക്കെ പാടുള്ള സംഭവമാണ്. രസമുള്ളതാണ്. ഏറ്റവും കൂടുതൽ ലേഡീസിനായിരിക്കും ഇഷ്ടപ്പെടുക ഈ സാധനം. എന്നുവെച്ചാൽ മാങ്ങ മായിരിക്കുള്ള അവരെന്താ ചെനച്ച മാങ്ങ ഒക്കെ ഉണ്ടല്ലോ, അതേമായിരിക്കുള്ള ടേസ്റ്റ് ആണ്. Yeah, these guys are cooking here. Hi guys. See, yeah. Thank you.
അങ്ങനെ ഞങ്ങളുടെ റൂം ബുക്ക് ചെയ്തിരിക്കണേ 104 ഞങ്ങൾക്ക് കിട്ടിയ റൂം. ഇതാണ് ഞങ്ങളെ റൂമിലെ വിശേഷങ്ങൾ. ഈ കാണുന്നതാണ് നമ്മളെ റൂം. ഇപ്പോഴാണ് കിട്ടിയത്. 2 മണിക്കാണ് നമുക്ക് ചെക്കിങ്ങിന്റെ എന്താ പറയാ 12 മണിക്ക് ശേഷം ഇവിടുത്തെ ആദ്യത്തെ കസ്റ്റമർ വെക്കേറ്റ് ചെയ്ത് 2 മണിക്ക് ശേഷം നമുക്ക് റൂം തരിക. 2 മണി ആയിക്കണേ. 2 മണി ആയപ്പോൾ നമുക്ക് റൂം കിട്ടിയത്. ഇപ്പൊ ഇതാണ് റൂം. ഇനി ഒന്ന് ഉറങ്ങണം, എന്നിട്ട് വൈകിട്ട് വേണം ഒന്ന് ഇവിടെ ബീച്ചിൽ പോകാൻ. ഇനി ഒന്ന് ഉറങ്ങി നീറ്റിട്ട് ഉള്ള കാര്യങ്ങൾ പിന്നീട് വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ശരി.